ഹണി ആം ഹോം. ഹലോ ഹലോ, ഞാൻ സംഗീത. എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഇന്നത്തെ റെസിപ്പിയാണ് മുർഗ് മുഘലായി. ഓത്തൻറ്റിക് റെസിപ്പി അല്ല, നിങ്ങൾക്കറിയാം എൻ്റെ ചാനലിൽ അല്ലെങ്കിലും ഞാൻ കുറച്ചൊന്ന് ട്വീക്ക് ചെയ്തിട്ട് എൻ്റെ ഇഷ്ടത്തിൽ ഉണ്ടാക്കുന്ന റെസിപ്പിയാണ്. പക്ഷെ ഭയങ്കര യമ്മിയാണ് ഈ ഗ്രേവി. ഒരു പ്രാവശ്യം എന്തായാലും ഉണ്ടാക്കി നോക്കണം, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. പിന്നെ ആദ്യം പറയുകയാണെങ്കിൽ ഈ റെസിപ്പിയിൽ കാലറി കുറച്ച് അധികമല്ല റെസിപ്പിയാണ്, ബിക്കോസ് നല്ലോണം ബട്ടറും ക്രീമും ചീസൊക്കെ ഇട്ട് ഉണ്ടാക്കുന്ന ഒരു റെസിപ്പിയാണ്. സോ എപ്പോഴെങ്കിലും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുഴപ്പമില്ല, പക്ഷെ അത് പറഞ്ഞിട്ട് ഉണ്ടാക്കാണ്ടിരിക്കരുത്. ഒരു പ്രാവശ്യം എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, ബിക്കോസ് അത്രയ്ക്ക് യമ്മിയാണ് ഈ ഗ്രേവി. ഈ ചിക്കൻ കറീൻ്റെ കൂടെ ഒപ്പം കഴിക്കാൻ വേണ്ടിയിട്ട് രസമില്ലേ ഡിഷസ് പറഞ്ഞുതരാം. സോ ബട്ടർ നാൻ രസമുണ്ടോ, അല്ലെങ്കിൽ പ്ലെയിൻ നാൻ, ഗാർലിക് നാൻ, ചപ്പാത്തി, പൊറോട്ട, അല്ലെങ്കിൽ ബാസ്മതി റൈസും പിന്നെ ഗീ റൈസും രസമുണ്ടാവും. അല്ലെങ്കിൽ പുലാവ് പോലത്തെ വൈറ്റ് പുലാവ് പോലത്തെ എന്തെങ്കിലും ആക്കിയിട്ടുണ്ടെങ്കിലും നല്ല രസമുണ്ടാവും. സോ റെസിപ്പിയിലേക്ക് കിടക്കാം. ഞങ്ങൾക്ക് 1 kg ചിക്കൻ എടുത്തിട്ടുണ്ട്. കുറച്ച് വലിയ കഷ്ണങ്ങളായിട്ടാണ് മുറിച്ചത്. ചിക്കനെ നല്ലോണം കഴുകി വൃത്തിയാക്കുക, എന്നിട്ട് അത് കഴിഞ്ഞിട്ട് കത്തി എടുത്തിട്ട് ഒന്ന് മുറിച്ച് കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ ഉള്ളോട്ടേക്ക് നല്ല മസാലയൊക്കെ കയറും ചിക്കൻ്റെ. സോ ചിക്കൻ്റെ ഫസ്റ്റ് മാരിനേഷൻ എന്താണെന്ന് നോക്കാം. 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു പകുതി ലെമൺ ജ്യൂസിനെ കൂടിയും പിഴിഞ്ഞെടുക്കാം. ഇതിന് ഇനി നല്ലോണം ചിക്കൻ്റെ ഉള്ളിലൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക, എന്നിട്ട് സൈഡിൽ മാറ്റി വെക്കാം. ഞങ്ങൾക്ക് ഒരു 1 hour മാരിനേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചിക്കൻ നല്ല സോഫ്റ്റ് ആവും, ഉള്ളിൽ കുറച്ചുകൂടിയും ഫ്ലേവർഫുള്ളാവും. സോ ഫസ്റ്റ് സ്റ്റെപ്പ് ചിക്കനെ മാരിനേറ്റ് ചെയ്യുക, സൈഡിൽ വെക്കുക. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഗ്രേവീൻ്റെ സ്റ്റാർട്ട് ചെയ്യാം. ഇനി ഗ്രേവിക്ക് വേണ്ടിയിട്ട് ഫസ്റ്റ് തന്നെ 3 ഉള്ളി എടുക്കുക. ഉള്ളീനെ ഒന്ന് പറ്റുന്നത്ര നേരിയതായിട്ട് മുറിച്ചിട്ട് മാറ്റി വെക്കാം. ഇനി ഒരു കടായിൽ ഞാൻ ഓയിൽ പറന്നിട്ടുണ്ട്. സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിക്കുന്നത്. ഇനി പകുതി ഉള്ളി ഇട്ടിട്ട് ഞങ്ങൾക്ക് ഇതൊന്ന് ബ്രൗൺ ആവുന്ന വരെ ഒന്ന് ആക്കിയെടുക്കണം. പകുതി ഉള്ളിയെല്ലാം ഉൾപ്പെടുന്ന, ബിക്കോസ് എല്ലാം കൂടി ഇട്ടിട്ടുണ്ടെങ്കിൽ ഫ്രൈ ചെയ്തെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷേ ബിഗർ പാൻ ആണെങ്കിൽ നിങ്ങളുടെ അടുത്ത് എല്ലാം കൂടി ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. പക്ഷേ ഞാനിപ്പോൾ ചെറിയ കടായിൽ ചെയ്യുന്നതിനോണ്ട് എനിക്ക് 2 സെറ്റായിട്ട് ചെയ്യണം. സോ ആദ്യത്തെ ഉള്ളി വറുത്ത് വന്നിട്ടുണ്ട്, അതിനെ ഞങ്ങൾക്ക് മാറ്റി വെക്കാം. ഇത് ഓയിലിൽ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് അവോയ്ഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് മൈക്രോവേവ് ഉണ്ടെങ്കിൽ മൈക്രോവേവിൽ കുറച്ച് ഓയിലിനെ ഒന്ന് തടവിയിട്ട് മൈക്രോവേവിൽ ചെയ്യാനും പറ്റും. അതിൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് യൂട്യൂബിൽ കാണാൻ പറ്റും, എങ്ങനെയാണ് ഉള്ളീനെ ബ്രൗൺ ചെയ്തെടുക്കാൻ പറ്റുക ഇല്ലേത് മൈക്രോവേവിൽ. സോ നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ഓപ്ഷനും ചൂസ് ചെയ്യാം. ഞാൻ ഉണ്ടാക്കുന്ന സമയത്ത് എന്തൊക്കെയാണ് ഓൾട്ടർനേറ്റീവ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുക ഓയിൽ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞുതരാം. സോ അതുവേ വേണമെങ്കിൽ നിങ്ങൾക്ക് ആ ടിപ്സ് യൂസ് ചെയ്യാം. ഇനി സെക്കൻഡ് സെറ്റ് ഉള്ളീനെ ഞാൻ വറക്കുന്നുണ്ട് സൈഡിൽ. റൈറ്റ് സൈഡിൽ ഞാൻ വേറെ സ്റ്റൗവിൽ വെള്ളം തിളപ്പിക്കുന്നുണ്ട്.
ഇനി ആ വെള്ളത്തിലേക്ക് ഞങ്ങൾക്ക് 2 ടൊമാറ്റോ ഇടാം. സോ ടൊമാറ്റോൻ്റെ മുകളിലത്തെ ഭാഗത്ത് ഞാൻ നൈഫ് എടുത്തിട്ട് കട്ട് ചെയ്യുന്നുണ്ട് ഒരു ക്രോസ് ആയിട്ട്. അപ്പം സ്കിൻ ഊരാൻ വേണ്ടിയിട്ടും സുഖമാണ്. സോ ഞാൻ കാണിച്ചു തരുന്നുണ്ട്. അടുത്ത ഷോട്ടിൽ നിങ്ങൾക്ക് കാണാം ടോപ്പ് വ്യൂ. അതല്ലാണ്ട് ഒരു കൈ നിറച്ചും കാഷ്യൂ നട്ട് കൂടിയും ഇടാം. ഈ ഗ്രേവി നല്ല റിച്ച് ആൻഡ് ഫ്ലേവർഫുൾ ആയിരിക്കും കാഷ്യൂ നട്ടൊക്കെ ഇടുന്നതിനോണ്ട്. ആൻഡ് കാഷ്യൂ നട്ട് ഇങ്ങനെ വെള്ളത്തിൽ തിളപ്പിക്കുമ്പോൾ കുറച്ച് നല്ല സോഫ്റ്റ് ആവും ആൻഡ് ഗ്രൈൻഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് സുഖമായിരിക്കും. തക്കാളീനെ സോഫ്റ്റ് ആവുന്ന വരെ കുക്ക് ചെയ്തെടുക്കണം. സോ അതിൻ്റെ സ്കിന്ന് ഇങ്ങനെ പൊട്ടി വരാൻ തുടങ്ങും. അപ്പം ഉള്ളിലും കുക്കായിട്ടുണ്ടാവും. സോ അതുവരെ ഇതിനൊന്ന് തിളപ്പിച്ചെടുക്കണം. സോ എൻ്റെ രണ്ടാമത്തെ സെറ്റ് ഉള്ളി വറുത്ത് വന്നിട്ടുണ്ട്. സോ അതിനെയും ഞാൻ കോരിയിട്ട് സൈഡിൽ വെക്കുന്നുണ്ട്. ഒരു 10 മിനിറ്റേലും എടുക്കുക ഈ തക്കാളി സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞിട്ട് സ്റ്റവിന് ഓഫ് ആക്കിയിട്ട് എന്നിട്ട് കഴിഞ്ഞിട്ട് ടൊമാറ്റോയും ഈ കാഷ്യൂ നട്ടും ഒന്ന് കുറച്ചൊന്ന് കൂളാവട്ടെ. എന്നിട്ട് കഴിഞ്ഞിട്ട് വേണം മിക്സിയിൽ അടിക്കാൻ വേണ്ടിയിട്ട്. സോ മിക്സിയിലേക്ക് ഞാൻ കാഷ്യൂ നട്ട് ഇട്ടിട്ടുണ്ട്. പിന്നെ നേരത്തെ വറുത്ത് വെച്ച ഉള്ളി, ഒരു കൈ നിറച്ചും മല്ലിച്ചപ്പ്, 5 പച്ചമുളക്, 2 ടേബിൾ സ്പൂൺ തൈര്, ഇനി ഇതിനെല്ലാം കൂടി നല്ലോണം മിക്സിയിൽ പേസ്റ്റ് ആക്കാം. ഇനി ഒരു വലിയ ബൗളിൽ ബാക്കിയുള്ള തൈര്, സോ 3 ടേബിൾ സ്പൂൺ തൈര് ഈ വലിയ ബൗളിലേക്ക് ഇടാം. ഇതിന് ഇനി നല്ലോണം ഒരു വിസ്ക് എടുത്തിട്ട് നല്ല സ്മൂത്ത് ആവുന്ന വരെ ഒന്ന് വിസ്ക് ചെയ്തെടുക്കണം. ഇനി മിക്സിയിൽ അരച്ച പേസ്റ്റ് ഇതിലേക്ക് ചേർക്കാം. ഈ മാരിനേഷനൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ തലേ ദിവസമേ ചെയ്ത് വെക്കാൻ പറ്റും. ഇനി 1 ടേബിൾ സ്പൂൺ ഡ്രൈ റോസ്റ്റ് ചെയ്ത കസൂരി മേത്തി, 2 ടീസ്പൂൺ ചാട്ട് മസാല, 1 ടീസ്പൂൺ പെപ്പർ പൗഡർ, 1 ടീസ്പൂൺ ഗരം മസാല, 2 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഇനി ഇതിനെല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഉപ്പിടാൻ മറന്നു, അതിനോട് 1 ടീസ്പൂൺ ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. ഇനി നേരത്തെ മാരിനേറ്റ് ചെയ്ത ചിക്കനെ ഇതിൻ്റെ ഉള്ളിലോട്ടേക്ക് ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു അറ്റ്ലീസ്റ്റ് 20 മിനിറ്റ്സ് എങ്കിലും സൈഡിൽ മാറ്റി വെക്കണം. ട്വൻറ്റി മിനിറ്റ്സ് ശേഷം ചിക്കൻ പൊരിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു വലിയ ഉരുളി എടുത്തിട്ടുണ്ട്. അതിനുള്ളിലോട്ടേക്ക് എണ്ണ ഇട്ടിട്ടുണ്ട്. സൺഫ്ലവർ ഓയിൽ തന്നെ ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നേരത്തെ ഉള്ളി വറുത്ത എണ്ണ കൂടിയും ഉപയോഗിക്കാൻ വേണമെങ്കിൽ
എന്നിട്ട് ഒന്നൊന്നായിട്ട് ചിക്കൻ ഇട്ട് കൊടുക്കുക. നോൺ സ്റ്റിക്ക് പാനിൽ കുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓയിൽ കുറച്ചുകൂടിയും കുറയ്ക്കാൻ പറ്റും. അല്ലെങ്കിൽ ഓയിൽ നല്ലോണം കുറയ്ക്കണമെങ്കിൽ കുറച്ച് ഓയിൽ സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് അവനിലിട്ടിട്ട് ഇതിനെ ഗ്രിൽ ചെയ്തെടുത്താൽ മതി. കുറച്ച് നേരം ശേഷം 1 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ടിട്ട് ഒന്ന് പരട്ടി കൊടുക്കാം മുകളിൽ. ചിക്കൻ നന്നായി ബ്രൗൺ ആയ ശേഷം മാത്രം ഇതിനൊന്ന് ഫ്ലിപ്പ് ചെയ്യണം. മറ്റേ സൈഡ് കൂടി കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇടണം. പക്ഷേ ഇപ്പം നടുവത്തെ കഷ്ണം മാത്രമേ ഉള്ളൂ ബ്രൗൺ ആയത്. സോ അതിന് സൈഡിൽ മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ള എല്ലാ കഷ്ണം ഒന്നുകൂടിയും ആയിട്ടേലും മറ്റേ ഭാഗത്തേക്ക് മറിച്ചിടാം. സോ ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ അവനിൽ ചെയ്യുകയാണെങ്കിൽ ഒരു 170 ഡിഗ്രി സെൽഷ്യസിൽ നല്ലോണം ആ ഒരു മുകളിലത്തെ ഭാഗം ഒന്ന് ക്രിസ്പി ആവുന്നവരെ ചെയ്യുക. എന്നിട്ട് കഴിഞ്ഞിട്ട് പുറത്തോട്ടേക്ക് എടുത്തിട്ട് ചിക്കനെ ഫ്ലിപ്പ് ചെയ്തിട്ട് മറ്റേ സൈഡ് കൂടി ഒന്ന് നല്ലോണം ഒന്ന് ചാറ് ചെയ്തെടുക്കണം. ഈ അൽഫാമും പിന്നെ ഗ്രിൽ ചിക്കൻ്റെ മുകളിലൊക്കെ കാണൂല ഒരു ബ്രൗൺ കളർ സ്പോട്ട്സ്, അങ്ങനെ ആവുന്ന വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. സോ ഇപ്പോൾ നിങ്ങൾക്ക് കാണാം അത് ചിക്കൻ്റെ കാലിൻ്റെ മുകളിലൊക്കെ ഇങ്ങനെ ലൈൻസ് വീണിട്ടുണ്ട്, ഒരു ബ്രൗൺ കളറായിട്ടില്ല. സോ കുക്കായിട്ടുണ്ട് ആ ഭാഗം. ഇനി ബാക്കി എല്ലാ കഷ്ണം ഫ്ലിപ്പ് ചെയ്തിട്ട് മറ്റേ ഭാഗം കൂടി ഞങ്ങൾക്ക് കുക്ക് ചെയ്തെടുക്കാം. സോ പിന്നെയും പറയുകയാണ്, ഈ ഓയിൽ കുറയ്ക്കണമെങ്കിൽ നിങ്ങൾക്ക് ഇത് ഗ്രിൽ ചെയ്തെടുക്കാൻ പറ്റും. നിങ്ങൾക്ക് ഞാൻ ഓപ്ഷൻസ് തരുന്നുണ്ട്, അതിനോട് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ആൻഡ് കസൂരി മേത്തിയൊക്കെ എന്തായാലും ഇടണം, സ്കിപ്പ് ചെയ്ത്. എനിക്കറിയാം കുറേ ആൾക്കാരുടെ അടുത്ത് ചാട്ട് മസാല കസൂരി മേത്തി ഒന്നും അധികം ഉണ്ടാവില്ല, പക്ഷെ അത് എന്തായാലും ഉപയോഗിക്കുന്നതാണ് നല്ലത്. ബിക്കോസ് ഒരു ഡിഫറെൻറ്റ് ഫ്ലേവർ തരും നിങ്ങളുടെ കറിക്ക്. സോ മറ്റേ ഭാഗമാവുന്ന സമയത്ത് ഞങ്ങൾക്ക് മിക്സിയിൽ ആ 2 ടൊമാറ്റോൻ്റെ സ്കിന്ന് അങ്ങോട്ട് പുറത്തോട്ടേക്ക് എടുത്തിട്ട് അതിൻ്റെ ഉള്ളിലത്തെ ഫ്ലഷിന് നല്ലോണം മിക്സിയിലിട്ടിട്ട് പേസ്റ്റാക്കി എടുക്കണം. ഞങ്ങളുടെ ചിക്കനായിട്ടുണ്ട്. ചിക്കനെ ഞാൻ സൈഡിൽ മാറ്റി വെക്കാൻ പോവാണ്. ഇനി ലേശം കൂടിയും ഓയിൽ പാരാ. എന്നിട്ട് അതിൻ്റെ ഉള്ളിലോട്ടേക്ക് ഇനി ഞങ്ങൾക്ക് ടൊമാറ്റോൻ്റെ പേസ്റ്റ് ഇല്ലേ അത് പാർന്ന് കൊടുക്കാം. ചിക്കൻ്റെ പൊരിച്ചേൻ്റെ കുറച്ച് മസാല ഇല്ല, അതെല്ലാം കൂടി നല്ലോണം ഒന്ന് സ്ക്രേപ്പ് ചെയ്തെടുക്കാൻ നോക്കാം. പിന്നെ അതല്ലാണ്ട് ചിക്കൻ പൊരിക്കുന്ന സമയത്ത് ബാക്കിയിലെ മസാല വരില്ലേ, സോ അതിന് കൂടി ഇട്ട് കൊടുക്കാം. ചിക്കൻ്റെ മാരിനേറ്റ് ചെയ്ത മസാല ആ ബാക്കിയിലെ ആ ബൗളിൽ നിന്ന് വടിച്ചിട്ട് ഈ കറീൻ്റെ ഉള്ളിലോട്ടേക്ക് ഇട്ട് കൊടുക്കണം. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട വെച്ചാൽ ഈ ചിക്കൻ പൊരിക്കുന്ന സമയത്ത് ആ മസാല കുറച്ച് മാറ്റി വെച്ചിട്ട് വേണം പൊരിക്കാൻ വേണ്ടിയിട്ട്. എന്താ വെച്ചാൽ ഇല്ലെങ്കിൽ മസാല ഭയങ്കരമായിട്ട് താഴെ ഒട്ടിപ്പിടിക്കും. ആൻഡ് ബാക്കിയിലെ മസാല ഈ ഗ്രേവീൻ്റെ ഉള്ളിലോട്ടേക്ക് ഇട്ടാൽ മതി. ഇനി ഗ്രേവീൻ്റെ ഉള്ളിലോട്ടേക്ക് ഞങ്ങൾക്ക് 5 പച്ചമുളക് മുറിച്ചിടാം. 1 കപ്പ് വെള്ളം പാറണം. ഇപ്പം ഫസ്റ്റ് പകുതി ഗ്ലാസ് വെള്ളം പാറ, എന്നിട്ട് കഴിഞ്ഞിട്ട് നല്ലോണം മിക്സ് ചെയ്യാം. ഇനി ബാക്കി വെള്ളം കൂടി പാരാം. ഇനി ഗ്രേവീൻ്റെ ഉള്ളിലോട്ടേക്ക് ഞങ്ങൾക്ക് 1 കപ്പ് പാൽ പാർന്ന് കൊടുക്കാം. സോ ഫ്രഷ് ആയിട്ടുള്ള പാലാണ്, അതിൻ്റെ മുകളിൽ ക്രീമൊക്കെ ഉണ്ട്. സോ 1 ഗ്ലാസ് പാൽ കൂടി പാർന്ന് കൊടുക്കാം. ഇതിനെ നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. ഫ്ലെയിം ഇപ്പം മീഡിയത്തിലാണ്. ഞങ്ങൾക്ക് ഇനി ഇതിൻ്റെ ഉള്ളിലോട്ടേക്ക് 1 ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കുക ആൻഡ് 1 ടീസ്പൂൺ ചാട്ട് മസാല കൂടിയും ഇട്ട് കൊടുക്കുക. ഇതിനെന്നിട്ട് നല്ലോണം മിക്സ് ചെയ്യാം.
ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഞാൻ 1 ടീസ്പൂൺ കൂടി ഉപ്പിട്ടിട്ടുണ്ട്. ഇനി 1 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കുക. സ്കിപ്പ് ചെയ്യണ്ട, ബട്ടർ ഇട്ടാൽ കുറച്ചുകൂടി നല്ലൊരു ഫ്ലേവർ കിട്ടും. സോ 1 ടേബിൾ സ്പൂൺ ബട്ടർ ഇടാം. ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുക. അപ്പം ഫ്ലേവേഴ്സ് കുറച്ചുകൂടി ബാലൻസ് ആവും. ഗ്രേവി നല്ലോണം തിളച്ച് വന്നതിൻ്റെ ശേഷം ഞങ്ങൾക്ക് ചിക്കനെ ആഡ് ചെയ്യാം. ഇനി കെയർഫുള്ളി മെല്ലനെ ചിക്കനെ ഈ ഗ്രേവിൻ്റെ ഉള്ളിലോട്ടേക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഓയിൽ ഇങ്ങനെ സെപ്പറേറ്റ് ആവുമ്പം നിങ്ങൾക്കറിയാം ഈ കറി ഓൾമോസ്റ്റ് റെഡിയാണ്. ആൻഡ് ഈ കറീനെ കുറച്ചൊന്ന് തിക്കായിട്ട് ഉണ്ടാക്കുന്നതാണ് നല്ലത്. കുറച്ചുകൂടി ഫ്ലേവർഫുൾ ആവുക, കുറച്ചൊന്ന് തിക്ക് ഗ്രേവിയപ്പാണ്. ഇതിൻ്റെ ഉള്ളിലോട്ടേക്ക് ഇനി നിങ്ങൾക്ക് ഒരു 1/2 കപ്പ് ഫ്രഷ് ക്രീം ഉപയോഗിക്കാം. ഞാൻ അമൂലിൻ്റെ ഫ്രഷ് ക്രീമാണ് ഉപയോഗിക്കുന്നത്. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ കറിയിലേക്ക് വേറെ 2 ഇൻഗ്രീഡിയൻസ് കൂടി ചേർക്കുന്നുണ്ട്. ആൻഡ് അത് ചേർക്കാണ്ടിരിക്കരുത്, ബിക്കോസ് എനിക്കറിയാം കുറച്ച് അൺകൺവെൻഷണൽ റെസിപ്പിയാണിത്. ആൻഡ് ഈ 2 ഇൻഗ്രീഡിയൻസ് ആക്ച്വലി ആഡ് ചെയ്യൂല ഈ ഡിഷിലേക്ക്. പക്ഷേ ഈ 2 ഇൻഗ്രീഡിയൻസ് കൂടി ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ കറി ലൈക്ക് റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ തന്നെ ആയിട്ട് നിങ്ങൾക്ക് കിട്ടും. സോ എന്തായാലും ആഡ് ചെയ്യണം. ജഡ്ജ് ചെയ്യരുത്, ബിക്കോസ് ട്രൈ ചെയ്യുക, എന്നിട്ട് പറഞ്ഞുതരും ഇഷ്ടമായോ ഇല്ലേ. സോ ഇതിൻ്റെ ഉള്ളിലോട്ടേക്ക് ഒരു 4 ക്യൂബ് അമൂലിൻ്റെ പ്രോസസ് ചീസ് ഇല്ലേ അതിനെ ഗ്രേറ്റ് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് അതല്ലാണ്ട് 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിന് ഒരു കാര്യം എന്തായാലും ശ്രദ്ധിക്കേണ്ട വെച്ചാൽ ഈ കറീനെ എപ്പം സ്പ്ലിറ്റ് ആവുന്ന വരെ കുക്ക് ചെയ്യണം. സോ ആ മുകളിൽ ആ ഓയിലൊക്കെ സെപ്പറേറ്റ് ആവുന്ന വരെ കുക്ക് ചെയ്തെടുക്കണം. അപ്പോഴാണ് ആ കറിക്ക് നല്ലൊരു ഫ്ലേവർ വരാൻ. കുറച്ച് തിക്കാക്കിയിട്ട് തന്നെ ഉണ്ടാക്കണം, ലൂസ് ആക്കരുത്. എനിക്കറിയാം നിങ്ങൾക്ക് എല്ലാവർക്കും വെള്ളം പാർന്നിട്ട് ഗ്രേവി ഉണ്ടാക്കാൻ ഭയങ്കര ഇഷ്ടമായിരിക്കും. പക്ഷെ ഇതൊന്ന് കുറച്ചൊന്ന് തിക്കാക്കിയിട്ട് വേണം ഈ ഗ്രേവി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഭയങ്കര ഡെലിഷ്യസ് ആണ്. സോ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. ലൈക്ക് ഇങ്ങനെ ഗ്രെയിനി ആയിട്ടില്ലേ ഗ്രേവിയാണ്. സോ നിങ്ങൾക്കറിയാം ഭയങ്കര യമ്മി ആയിരിക്കും അങ്ങനത്തെ ഗ്രേവികൾ. സോ ട്രൈ ചെയ്ത് നോക്കൂ. ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.